Stories of Marketing in Touch with Positive People. എല്ലാവർക്കും സ്വാഗതം. റീറ്റെയിൽ മാർക്കറ്റിംഗില് ഒരു സ്റ്റാഫിനെ എനർജറ്റിക് ആയിട്ട് ഷോപ്പിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നയിക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ആയ, വർഷങ്ങളോളം അവിടെ തന്നെ നിന്ന് ആ ഷോപ്പിന്റെ പരിസരങ്ങളും ആ ഷോപ്പിലെ ഓരോ പ്രോഡക്റ്റുകളും എവിടെ ഇരിക്കുന്നു എന്ന് വരെ കൃത്യമായിട്ട് അറിയാവുന്ന സ്റ്റാഫുകൾ, വർഷങ്ങളോളം അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ആ റീറ്റെയിൽ ഷോപ്പിന്റെ ഓണർക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാനും അയാൾക്കൊരു കൈത്താങ്ങുമാണ്, വളരെ സപ്പോർട്ടാണ്. ഒരു സ്റ്റാഫിനെ എങ്ങനെ നിലനിർത്താൻ പറ്റും ആ റീറ്റെയിൽ ഷോപ്പിൽ? ഒരു സ്റ്റാഫിനെ നിരന്തരമായി സ്ഥിരമായിട്ട് ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിലനിർത്തുകയാണെങ്കിൽ, ഒരു 5, 6, 8 വർഷം നിർത്തുകയാണെങ്കിൽ ആ റീറ്റെയിൽ ഷോപ്പിന്റെ ഓണർക്ക് വളരെ സപ്പോർട്ടായിരിക്കും. അത്യാവശ്യ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ഒന്ന് പുറത്തു പോയി പർച്ചേസ് നടത്തേണ്ടി വന്നാൽ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുന്ന കുറച്ചധികം സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ, അക്കൗണ്ട്സ് നോക്കാൻ എക്സ്പേർട്ടായ സ്റ്റാഫ്, കൗണ്ടർ സൈഡ് നോക്കുന്നതിന് എക്സ്പേർട്ടായ സ്റ്റാഫ്, അതുപോലെ തന്നെ ക്യാഷ് ഡീൽ ചെയ്യുന്നതിന് എക്സ്പേർട്ടായ സ്റ്റാഫ്, ഏതൊക്കെ കമ്പനികൾക്ക് പേയ്മെന്റ് കൊടുക്കാനുണ്ട്, നെറ്റ് കൊടുക്കാനുണ്ട്, ക്യാഷ് കൊടുക്കാനുണ്ട്, ഏതൊക്കെ എക്സിക്യൂട്ടീവിന് കൊടുക്കാനുണ്ട്, ഏതൊക്കെ ദിവസങ്ങളിൽ വരും, ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം സ്റ്റാഫുകൾക്കുണ്ടായാൽ ആ ബിസിനസ് വളരെ പെട്ടെന്ന് തന്നെ, വളരെ അധികം നന്നായിട്ട് തന്നെ വളർന്നുയർന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഷോപ്പിൽ നിൽക്കുമ്പോൾ അയാൾ ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിത മാർഗമാണിത്, ഇത് ഏറ്റവും നന്നായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റണം, ആ ഷോപ്പിനെ വിശ്വസിക്കണം, ആ ഷോപ്പിന്റെ ഓണറെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ 1-ാം തീയതി എന്ന ഒരു ദിവസമുണ്ടെങ്കിൽ ആ സ്റ്റാഫിന്റെ, ആ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫിന്റെ ശമ്പളം എടുത്തു കൊടുക്കാൻ ഈ ഓണർക്ക് സാധിച്ചിരിക്കുന്നു. ഒരു കേട്ട കാര്യം, എല്ലാ ദിവസവും 5 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 5 സ്റ്റാഫിന്റെ ശമ്പളം ഓരോ ദിവസവും പ്രത്യേകമായ ഒരു റാക്കിലേക്ക് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ മാറ്റി കൃത്യമായിട്ട് എല്ലാ ദിവസവും എടുത്ത് മാറ്റി വയ്ക്കും, ചെറുതായിട്ട് മാറ്റി വയ്ക്കും. അതിനുശേഷം തികയാതെ വന്നാൽ, അദ്ദേഹം ഒരു റിട്ടയർഡ് പേഴ്സൺ കൂടി ആയതുകൊണ്ട് തികയാതെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പെൻഷൻ കിട്ടുന്ന ഫണ്ടിൽ നിന്ന് ബാക്കി പൈസ എടുത്ത് കൃത്യം 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കുമ്പോൾ ആ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകളുടെ സന്തോഷത്തിന് അതിരുണ്ടാവില്ല. 1-ാം തീയതി തന്നെ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുകയാണെങ്കിൽ അത് അവരെ എനർജറ്റിക് ആക്കും, കൂടുതൽ എഫിഷ്യൻസി അവർക്ക് ഉറപ്പായിട്ടുണ്ടാകും. ആ ഷോപ്പിന്റെ കാര്യങ്ങൾ, ആ ഷോപ്പിന്റെ ഓരോ പ്രോഡക്റ്റ് വിൽക്കുന്നതിലും വളരെയധികം ശ്രദ്ധയും വളരെയധികം എഫിഷ്യൻസിയും അവർ കാഴ്ചവെക്കും. ഒരു കസ്റ്റമർ വാക്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമറെ കൺവേർട്ട് ചെയ്ത് പ്രോഡക്റ്റ് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി അവർ മാക്സിമം ലെവല് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ സ്റ്റാഫുകളെ ഏൽപ്പിക്കുമ്പോൾ അവർ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് പലരും വളരാനും ഉയരാനും തുടങ്ങുന്നത്. അങ്ങനെ ആ രീതിയിൽ റീറ്റെയിൽ ഷോപ്പുകാരൻ സ്റ്റാഫുകൾക്ക് ഈ റെസ്പോൺസുകൾ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റായിട്ട് തിരിച്ച് അവർക്ക് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അവർ ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നോക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അങ്ങനെ നോക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ ആ ഏരിയയിലേക്ക് വരും. ഒരു പാവപ്പെട്ട റീറ്റെയിൽ ഷോപ്പുകാരൻ ഓരോ ദിവസത്തെ ശമ്പളവും മാറ്റി പ്രത്യേകമായ സെപ്പറേറ്റ് ആയ റാക്കിൽ വെച്ച് സൂക്ഷിച്ച് 1-ാം തീയതി എടുത്ത് ശമ്പളം കൊടുക്കുമ്പോൾ ആ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ അനുഭവിക്കുന്ന അനുഭൂതി, സന്തോഷം, ഓണറോടുള്ള ആ സ്നേഹം അത് 10 മടങ്ങായി വർദ്ധിക്കും. അവർക്ക് അവിടെ നിന്നാൽ ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ള തോന്നൽ തന്നെ വരും. ചില സ്ഥലങ്ങളിൽ ക്യാഷ് ഉണ്ടായിട്ടോ ഇല്ലാതിരുന്നിട്ടോ 1-ാം തീയതി കഴിഞ്ഞു, 2-ാം തീയതി കഴിഞ്ഞു, 3-ാം തീയതി കഴിഞ്ഞു, 4-ാം തീയതി കഴിഞ്ഞു, അങ്ങനെ ഡേറ്റുകൾ പോകുന്നു. 10-ാം തീയതി ആവുമ്പോഴേക്കും എണ്ണിപ്പെറുക്കി ഇത്രയും മോശമാണ് കച്ചവടം എന്ന് പറഞ്ഞ്
കൊടുക്കുന്നതാണോ, 1-ാം തീയതി തന്നെ സാലറി ഇല്ലാത്ത സാലറി ഉണ്ടാക്കി കൃത്യമായിട്ട് കൊടുക്കുന്നതാണോ ഏറ്റവും ബെറ്റർ? എനിക്ക് ഒരു 90% ഷോപ്പുകാരും റീറ്റെയിൽ ഷോപ്പുകാരും പൈസ ഇല്ലെങ്കിലും ഉണ്ടാക്കി കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നവർ തന്നെയാണ്. കമ്പനികൾക്ക് കൊടുക്കാൻ ഉണ്ടായാലും വേറെ കസ്റ്റമേഴ്സ്, പുറത്തുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഉണ്ടായാലും തന്നെ വിശ്വസിച്ച് ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുന്നവരാണ് 90% ഉള്ള റീറ്റെയിൽ ഷോപ്പുകാരും. അവരെ അഭിനന്ദിക്കണം. ഓരോ കുടുംബങ്ങളും അവരുടെ തണലിലാണ് ജീവിക്കുന്നത്. 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കുക എന്നുള്ള ആ ഒരു ധാർമ്മികതയിലേക്ക് അവർ വന്നാൽ ആ ഷോപ്പ് വളരെ എനർജറ്റിക് ആയിട്ട് വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അത് ഡെഫിനറ്റ് ആയ കാര്യമാണ്. ആ രീതിയിൽ സ്റ്റാഫുകളെ വളർത്തിയെടുക്കുകയാണെങ്കിൽ അവർക്കറിയാൻ പറ്റും എന്തൊക്കെ ഷോപ്പിലേക്ക് പർച്ചേസ് നടത്തണം, പർച്ചേസ് നടത്തേണ്ടാത്ത സെയിൽ കുറവുള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ബ്രാൻഡുകളാണ്, അത് ഇനി പർച്ചേസ് നടത്തേണ്ടതില്ല. അതിനെക്കുറിച്ച് ഓണറെ ധരിപ്പിക്കുകയും ആ രീതിയിൽ റീറ്റെയിൽ ഷോപ്പുകൾ മുന്നോട്ട് ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ആ സ്റ്റാഫുകൾ വളരെ കൃത്യമായ ഒരു റെസ്പോൺസ് ആ ഓണർക്കും കൊടുക്കേണ്ടതുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ ഷോപ്പിൽ ഇനി വരുത്തണം സ്റ്റാഫുകൾക്ക് നിർദ്ദേശിക്കാൻ പറ്റും. എന്തൊക്കെ പ്രോഡക്റ്റുകൾ മാറി ചെയ്യേണ്ടതുണ്ട്, ഏതൊക്കെ ആറ്റിറ്റ്യൂഡുകൾ കസ്റ്റമർക്ക് മാറ്റം വന്നിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു അവയർനെസ് ഈ റീറ്റെയിൽ സ്റ്റാഫുകൾ, ഇതുപോലുള്ള സ്റ്റാഫുകൾ ഓണർക്ക് കൈമാറേണ്ടതുണ്ട്. അതനുസരിച്ചുള്ളൊരു മാറ്റങ്ങൾ ആ റീറ്റെയിൽ ഷോപ്പിൽ വരുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവായിട്ട് സെയില് കൊണ്ടുപോകാൻ പറ്റും. ഏതൊക്കെ കസ്റ്റമറെ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് മാറ്റണം, പേയ്മെൻറ്റ് തരാത്തവർ ഏതൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ട്, സ്ഥിരമായിട്ട് പർച്ചേസ് നടത്തി കൊണ്ടുപോവുകയും പേയ്മെൻറ്റിന് വേണ്ടി ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുകയും പിന്നെ ആ ഷോപ്പിലേക്ക് കയറി വരാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ എത്ര ലിസ്റ്റ് ഉണ്ട്, അതിൻ്റെ കൃത്യമായ ലിസ്റ്റ് പ്രിപ്പറേഷൻ നടത്തിയ ശേഷം ഈ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണറും സ്റ്റാഫുകളും ഇരുന്ന് അവരെ ഫോളോ അപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ ഓഫീസിലോ എവിടെയെങ്കിലും പോയി മീറ്റ് ചെയ്ത് ആ പേയ്മെൻറ്റ് മേടിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ഡേഷൻ നടത്തിയാൽ കുറച്ചൊക്കെ പേയ്മെൻറ്റ് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. പേയ്മെൻറ്റ് തരേണ്ട കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അവർ എന്നാണ് തരാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ? ചൊവ്വാഴ്ച ചെയ്യാം എന്ന് പറഞ്ഞ കസ്റ്റമർ ആണെങ്കിൽ ചൊവ്വാഴ്ച എപ്പോൾ ചെയ്യും, രാവിലെ ചെയ്യുമോ ഉച്ച കഴിഞ്ഞ് ചെയ്യുമോ, ഏത് സമയത്തിനുള്ളിൽ ചെയ്യും? നമുക്ക് അതനുസരിച്ചൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഒരു ഫണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ഈ ഫണ്ട് വന്ന ശേഷം വേണം ആ ഫണ്ട് ഞങ്ങൾക്ക് കമ്പനിക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ. ആ രീതിയിൽ ഈ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന അക്കൗണ്ട് സെക്ഷനിൽ ഇരിക്കുന്ന ആൾ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതുപോലെ തന്നെ കൗണ്ടർ സെയിൽ നിൽക്കുന്ന ആൾ ഒരു കസ്റ്റമർ വാക്യം ചെയ്താൽ, ഷോപ്പിലേക്ക് വാക്യം ചെയ്താൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു റെസ്പോൺസ് ആ കൗണ്ടർ സെയിൽ നിൽക്കുന്ന ആൾക്കുണ്ട്. കസ്റ്റമറാണ് നിങ്ങളെ നിലനിർത്തുന്നത് എന്നുള്ള റിയാലിറ്റിയിലേക്ക് ആ സ്റ്റാഫുകളും വളരുക തന്നെ ചെയ്യും. അതുപോലെ കസ്റ്റമറെ നമ്മളിലേക്ക്, ഷോപ്പിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ചെറിയൊരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കസ്റ്റമർ ഹാപ്പിയാവും, വീണ്ടും ആ ഷോപ്പിലേക്ക് വാക്യം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തം. ഈ ഷോപ്പിൻ്റെ ഓണർക്ക് മാത്രമല്ല ഈ റെസ്പോൺസ് ഉള്ളൂ, ആ സ്റ്റാഫുകൾക്ക്, അവിടെ നിൽക്കുന്ന അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ആളായാണെങ്കിലും കൗണ്ടർ സെയിൽ നിൽക്കുന്ന ആളായാലും മാർക്കറ്റ് ചെയ്യുന്ന ആളായാലും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ഒത്തൊരുമയോടുകൂടി തന്നെ ആ സ്റ്റാഫുകളെ വീണ്ടും ആ ഷോപ്പിലേക്ക് വാക്യം ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിരിക്കണം. പുതിയ പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്, പുതിയ റേഞ്ചുകൾ വരുന്നുണ്ട്, പുതിയ ബ്രാൻഡുകൾ വരുന്നുണ്ട്, അതിൻ്റെ ക്വാളിറ്റികൾ ഇങ്ങനെയൊക്കെയാണ്. ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റികൾ പറഞ്ഞ് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പർച്ചേസിങ് പവറിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിക്കണം. അത് സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തമാണ്. ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ എപ്പോഴാണ് താഴേക്ക് അധപ്പതിച്ചു പോകുന്നത്? ആ ഷോപ്പിലുള്ള അറ്റൻഷൻ, ശ്രദ്ധ കുറയുമ്പോൾ. ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ്റെ ആ ഷോപ്പിലുള്ള ശ്രദ്ധ കുറയുമ്പോൾ ആ ഷോപ്പ് താഴേക്ക്, ഫോക്കസ് കുറയുമ്പോൾ ആ ഷോപ്പ് താഴേക്ക് ഡിക്രീസ് ചെയ്തു പോകും. അതിൻ്റെ സെയിലും അതിൻ്റെ ഗ്രോത്തും എല്ലാം തന്നെ. അപ്പോൾ ആ സ്റ്റാഫുകളെയെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ, ആദ്യം പറഞ്ഞ രീതിയിൽ സ്റ്റാഫുകളെയെങ്കിലും നന്നായിട്ട് ആ റീറ്റെയിൽ ഷോപ്പുകാരനെ പിടിച്ചു നിർത്താൻ സാധിച്ചാൽ, ഇയാളുടെ ഫോക്കസ് പോകുമ്പോൾ ആ സ്റ്റാഫുകളെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യിച്ച് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അവരെ റെസ്പോൺസ് ഏൽപ്പിക്കുകയാണെങ്കിൽ
കുറച്ചൊക്കെ പിടിച്ചേക്കാൻ പറ്റും. എങ്കിൽ പോലും റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നവരുടെ ശ്രദ്ധ ഒരു കാരണവശാലും മറ്റുള്ള ഏരിയകളിലേക്ക് തിരിയരുത്. റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നു, വേറെ ബിസിനസ്സിലേക്ക് ഫണ്ട് മാറ്റപ്പെടുന്നു, കമ്പനികൾക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുക്കാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെ പേയ്മെന്റ് കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈഫിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു റീറ്റെയിൽ ഷോപ്പ് ബിൽഡപ്പ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. നെക്സ്റ്റ് സൺഡേ നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.